Hello friends, welcome back to Easy Mathematics. ഇന്ന് നമുക്ക് എക്സസൈസ് 1.6 ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് 64 റേസ് ടു പവർ 1/2. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ 64നെ നമ്മളൊരു എക്സ്പൊണൻഷ്യൽ നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ഞാനിവിടെ ചെയ്യുന്നത് പ്രൈം ഫാക്ടറൈസേഷനാണ്. 2 എന്നതൊരു പ്രൈം ഫാക്ടർ അല്ലേ. സോ 64നെ നമുക്ക് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 വിച്ച് ഈസ് 2 റേസ് ടു പവർ 6. സോ 2 റേസ് ടു പവർ 6 എന്നുള്ളത് ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് 64 റേസ് ടു പവർ 1/2 എങ്ങനെ എഴുതാം? 2 റേസ് ടു പവർ 6 ഹോൾ റേസ് ടു 1/2. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ് ലോസ് ഓഫ് എക്സ്പോണൻസിൽ എ റേസ് ടു പവർ എം ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു പവർ എം ഇൻറ്റു എൻ. അതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 റേസ് ടു പവർ 6 ഇൻറ്റു 1/2 എന്ന് എഴുതിക്കൂടെ? സോ ഇവിടെ 6ൽ 2 3 ടൈംസ് ആണ് പോകുന്നത്. സോ 2 റേസ് ടു പവർ 3 വിച്ച് ഈസ് ഈക്വൽ ടു 8. സോ 64 റേസ് ടു പവർ 1/2 is equal to 8 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് വൺ 32 റേസ് ടു പവർ 1/5. ഇവിടെ 32നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവാണ്. സോ 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 2 റേസ് ടു പവർ 5. അങ്ങനെയാണെങ്കിൽ 32 റേസ് ടു പവർ 1/5നെ എങ്ങനെ എഴുതാം? 2 റേസ് ടു പവർ 5 ഹോൾ റേസ് ടു 1/5 which is equal to 2 റേസ് ടു പവർ 5 ഇൻറ്റു 1/5. സോ ഇവിടെ 5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ 2 റേസ് ടു 1 എന്ന് കിട്ടും which is equal to 2. സോ 32 റേസ് ടു പവർ 1/5 2 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. തേർഡ് വൺ 125 റേസ് ടു പവർ 1/3. ഇവിടെ 125 എന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലേ, അതൊരു പ്രൈം നമ്പറാണ്. സോ 125ൻ്റെ ഒരു പ്രൈം ഫാക്ടറാണ് 5. അങ്ങനെയാണെങ്കിൽ 125ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 125 ഈക്വൽ ടു 5 ഇൻറ്റു 5 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു 5 റേസ് ടു പവർ 3. അതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 125 റേസ് ടു പവർ 1/3 is equal to 5 റേസ് ടു പവർ 3 ഹോൾ റേസ് ടു 1/3 എന്ന് എഴുതിക്കൂടെ? വിച്ച് ഈസ് ഈക്വൽ ടു 5 റേസ് ടു പവർ 3 ഇൻറ്റു 1/3. ഇവിടെ 3യും 3യും ക്യാൻസൽ ചെയ്താൽ 5 റേസ് ടു 1 എന്ന് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു 5. സോ 125 റേസ് ടു പവർ 1/3 is equal to 5 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എക്സസൈസ് 1.6ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഫസ്റ്റ് വൺ 9 റേസ് ടു പവർ 3/2. ആദ്യം തന്നെ നമ്മൾ 9നെ ഒരു എക്സ്പൊണൻഷ്യൽ നമ്പറാക്കി മാറ്റണം. അതുകൊണ്ട് 9ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 9 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9 ഈക്വൽ ടു 3 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 3 റേസ് ടു പവർ 2. സോ അതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 റേസ് ടു പവർ 2 ഹോൾ റേസ് ടു 3/2. നമുക്കറിയാം എ റേസ് ടു പവർ എം ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു പവർ എം ഇൻറ്റു എൻ അല്ലേ. സോ 3 റേസ് ടു പവർ 2 ഇൻറ്റു 3/2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 3 റേസ് ടു 3 എന്ന് കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 ഇൻറ്റു 3 വിച്ച് ഈസ് 27. സെക്കൻഡ് വൺ 32 റേസ് ടു പവർ 2/5. സോ 32നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണെങ്കിൽ 32 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 വിച്ച് ഈസ് 2 റേസ് ടു പവർ 5. അതിവിടെ അപ്ലൈ ചെയ്യാം. 2 റേസ് ടു പവർ 5 ഹോൾ റേസ് ടു 2/5. സോ 2 റേസ് ടു പവർ 5 ഇൻറ്റു 2/5
5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ 2 raised to 2 എന്ന് വന്നു, which is equal to 2 into 2, 4. Third one, 16 raised to power 3 by 4. So 16 നമ്മൾ prime factorization ചെയ്താൽ 16 equal to 2 into 2 into 2 into 2, which is 2 raised to power 4. അതിവിടെ അപ്ലൈ ചെയ്താൽ 2 raised to power 4 whole raised to 3 by 4, which is equal to 2 raised to 4 into 3 by 4. 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 2 raised to 3, which is equal to 2 into 2 into 2, which is 8. Fourth one, 125 raised to power minus 1 by 3. So ആദ്യം തന്നെ 125നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവാണ്. 125 equal to 5 into 5 into 5, which is 5 raised to 3. അതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 5 raised to power 3 whole raised to minus 1 by 3, which is equal to 5 raised to power 3 into minus 1 by 3. 3ഉം 3ഉം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആൻസർ ഈസ് 5 raised to minus 1. നമുക്കറിയാം a raised to minus n equal to 1 by a raised to n ആണ്. സോ 5 raised to minus 1 എന്നുള്ളത് 1 by 5 ആണ്. നെക്സ്റ്റ് വൺ, എക്സസൈസ് 1.6ലെ തേർഡ് ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ. ഫസ്റ്റ് വൺ, 2 raised to power 2 by 3 into 2 raised to power 1 by 5. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ് a raised to power m into a raised to power n equal to a raised to power m plus n. അങ്ങനെയാണെങ്കിൽ നമുക്കിതെങ്ങനെ എഴുതാൻ പറ്റും? 2 raised to power 2 by 3 plus 1 by 5 എന്ന് എഴുതിക്കൂടെ? which is equal to 2 raised to, താഴെ നമ്മൾ LCM എടുക്കുകയാണെങ്കിൽ 10 plus 3 divided by 15 എഴുതാം, which is 2 raised to 13 divided by 15. സെക്കൻഡ് വൺ, 1 by 3 raised to power 3 whole raised to 7. ഇവിടെ താഴെയുള്ള 3 raised to power 3നെ നമ്മൾ മുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് by using 1 by a raised to n equal to a raised to minus n അല്ലേ? സോ അതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 by 3 raised to power 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to minus 3 എന്ന് എഴുതാം. സോ which is equal to 3 raised to minus 3 whole raised to 7. നമുക്കറിയാം a raised to power m whole raised to n equal to a raised to power m into n ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതെങ്ങനെ എഴുതാൻ പറ്റും? 3 raised to power minus 3 into 7, which is 3 raised to power minus 21. നെഗറ്റീവ് പവർ ആണെങ്കിൽ നമുക്കതിനെ പോസിറ്റീവ് പവർ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്താൽ മതി, വിച്ച് ഇസ് 1 by 3 raised to power 21. തേർഡ് വൺ, 11 raised to 1 by 2 divided by 11 raised to 1 by 4. നമുക്കറിയാം a raised to power m divided by a raised to power n equal to a raised to power m minus n ആണ്. അതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിതെങ്ങനെ എഴുതാൻ പറ്റും? 11 raised to power 1 by 2 minus 1 by 4. സോ നമ്മൾ LCM എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 11 raised to 4 minus 2 divided by 8, which is equal to 11 raised to 2 by 8. That is 11 raised to 1 by 4. Fourth one, 7 raised to power 1 by 2 into 8 raised to power 1 by 2. നമുക്കറിയാം a raised to power n into b raised to power n equal to ab whole raised to power n ആണെന്ന്. അതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7 into 8 whole raised to power 1 by 2 എന്ന് എഴുതിക്കൂടെ? which is equal to 7 into 8 എത്രയാണ്? 56. So answer is 56 raised to power 1 by 2. So friends, next video തൊട്ട് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസ് സ്റ്റാർട്ട് ചെയ്യാം.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.